ഒരുപാട് സന്തോഷം, നല്ല റെസ്പോൺസ് ഉണ്ട്. ബാക്കി എല്ലാവരും നിങ്ങൾ പടം കണ്ടോ? ഇല്ലല്ലോ. നല്ല റെസ്പോൺസ്, ഒരുപാട് സന്തോഷം. എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണേണ്ട, ഒരു ക്രൗഡിനോട് ഇരുന്ന് കാണേണ്ട സിനിമയാണ്. ഇറങ്ങുമ്പോൾ ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും ഒരു മനസ്സ് നിറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങും. ഒരുപാട് സന്തോഷം. നമ്മളെപ്പോലുള്ള കുറേ പുതിയ കലാകാരന്മാരെ വെച്ച് ബിപിൻ ദാസ് ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത, ബിപിൻ ചേട്ടൻ ഡയറക്ഷൻ ചെയ്ത ഒരു ചിത്രമാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാരെ വെച്ച് അവർ ചെയ്യാൻ കാണിച്ച മനസ്സിന് ആദ്യം നന്ദി പറയുന്നു. കാരണം നമ്മളെ വിശ്വസിച്ച് ഇത് ചെയ്യിപ്പിച്ചതിന്. പിന്നെ പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം പ്രത്യേകിച്ച് ഞാനൊരു ട്രിവാൻഡ്രംകാരനായതുകൊണ്ട് തന്നെ നമ്മൾ മരണ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു 90% കാര്യങ്ങളുമാണ് ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ചിരിക്കാൻ മാത്രമല്ല, ഈ ചിരിയുടെ പുറകിൽ നർമ്മത്തിൽ തന്നെ പറഞ്ഞ ഒരുപാട് സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടയും എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെറിയ നർമ്മത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സന്തോഷമായി. ചെറിയ പടം, പക്ഷെ ഭയങ്കര ഒരു ടെൻഷനും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാം. അസീസിൻ്റെ അവസാനത്തെ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും കൈയടിച്ചത് അവിടെയാണ്. ഒരുപാട് ഇഷ്ടമായി. കുറേ ചിരിക്കാനുണ്ട്. അതിനേക്കാൾ ഉപരി ഞങ്ങൾ ഈ അവസാനം ഉണ്ടായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഞാൻ പറയും, മനസ്സില്ലാ മനസ്സോടെ വേറെ ആരെങ്കിലും കർമ്മം ചെയ്യണതിലും എത്രയോ നല്ലതാണ് അവനവൻ്റെ പെൺകുട്ടികൾ അവർ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൽ പരം ആത്മാവിന് സന്തോഷം കിട്ടണതും മോക്ഷം കിട്ടുന്നതുമായിട്ട് വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് ബലമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ കാലത്തും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ശരിയോ തെറ്റോ അത് ചർച്ചാ വിഷയമാണ്. പക്ഷേ അങ്ങനെ ഒരു സോഷ്യലി വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവസാനം അഡ്രസ്സ് ചെയ്തു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല പടം, അടിപൊളി, സൂപ്പർ. ഒരു സാധാരണക്കാരുടെ ചിത്രം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അസീസ് പൊളിച്ചിട്ടുണ്ട്. അസീസൊക്കെയായിട്ട് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ ചിത്രം അടിപൊളി. പക്ഷേ നല്ല പെർഫോമൻസാണ്, അടിപൊളിയാണ്. ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. പിന്നെ ഒരു ഫാമിലി എൻ്റർടൈനറാണ്. മാത്രമല്ല എല്ലാവർക്കും, യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. പേര് വ്യസന സമേതം ബന്ധുമിത്രാദികളാണെന്നെങ്കിലും ഫുള്ള് നമുക്ക് ചിരിക്കാനുള്ള സംഭവമാണ്, കണ്ടൻ്റാണ് ഉള്ളത്. പിന്നെ ഇമോഷണലി എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി കൂടെയാണ്. നല്ല സിനിമയാണ്, നിങ്ങൾ പോയി കാണാം. നല്ല സിനിമ, നല്ലൊരു ചിത്രം. വാഴ കണ്ടതിന് ശേഷം അവരുടെ ടീമിൻ്റെ അടുത്ത ചിത്രം വ്യസന സമേതം ബന്ധുമിത്രാദികൾ തീർച്ചയായിട്ടും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഫാമിലിയുമൊത്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് ചിരിയുടെ മുഹൂർത്തങ്ങളുള്ള ഒരു മരണ വീട്ടിലെ ഒരു സ്റ്റോറിയുമായി ആ ടീം വന്നപ്പോൾ തീർച്ചയായിട്ടും അഭിനേതാക്കളെ എല്ലാവരും, ഒരാളെ മാത്രമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും തുല്യമായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നു. പടം സൂപ്പർ. സച്ചിയൊക്കെ പൊളിച്ചേക്ക്, 2 പേരും തകർത്തേക്കാണ്. അടിപൊളിയാ. പടം കണ്ട സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റും. എല്ലാവർക്കും, എല്ലാ ജനറേഷനിലെ ആളുകൾക്കും കണക്റ്റ് ആവുന്നൊരു സിനിമയാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണുക. എല്ലാവരും ഹാപ്പിയാണ്. വ്യസന സമേത ബന്ധുമിത്രാദികൾ. സോ ഒരു മരണവും അതിന് ബന്ധിച്ചിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും പടം കാണുക. സോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ചെറിയ പടമാണെങ്കിൽ ഒരുപാട് തമാശകളും ഒരു മരണത്തിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പൊളിറ്റിക്സ് എല്ലാവരും. അപ്പോൾ എല്ലാവരും പടം കാണുക. ഓക്കെ. വാഴ പോലെ ത്രൂ ഔട്ട് കോമഡി അല്ല, ഒരു സെൻറ്റിമെൻറ്റ്സുള്ള മൂവിയാണ്, ഫാമിലി പടമാണ്. പിന്നെ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നല്ല ഉയർന്നതാണ്. ലാംഗ്വേജ് സംഭവം ഒട്ടുമില്ല. നല്ല ഒരു യൂത്തിനെക്കാട്ടും ഫാമിലി ഫിലിമാണ്. പിന്നെ അസീസിലെ ക്ലൈമാക്സ് തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ നല്ല മെസ്സേജ് ഉണ്ട്. പിന്നെ അനശ്വരാജ് പറയണ്ടല്ലോ, നല്ല ഭാവിയിലെ ഉർവശി മേടങ്ങും മഞ്ജു വരാരേലും എന്ന നടിയാണ്. മല്ലിക സുബാൻ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബൈജു തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ലാഗും സംഭവമൊന്നുമില്ല. വാഴ പോലെ ത്രൂ ഔട്ട് കോമഡി അല്ല, എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ബോറടിക്കാത്ത മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഹിറ്റാവേണ്ട മൂവി തന്നെയാണ്.